നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ സൂചിപ്പിച്ചല്ലോ, ഇന്ന് രാജ്യാന്തര യോഗാ ദിനമാണ്. രാജ്യാന്തര യോഗാ ദിനത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളം വിവിധ ഇടങ്ങളിൽ യോഗ ദിനം ആചരിക്കുന്നുണ്ട്, ആഘോഷങ്ങളുണ്ട്. കേന്ദ്രമന്ത്രിമാർ, സാമൂഹ്യ പ്രവർത്തകർ ഒക്കെ പങ്കെടുത്തുകൊണ്ട് പലയിടങ്ങളിലായി യോഗാ ദിനം ആചരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നത് അത് കാശ്മീരിലേക്കാണ്. കാശ്മീരിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി അല്പസമയത്തിനകം ആരംഭിക്കും. 7 മണിയോടുകൂടി അദ്ദേഹം അവിടെ ദാൽ തടാക തീരത്തേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല പലയിടങ്ങളിൽ കേരളത്തിലുമുണ്ട്. കേരളത്തിലും യോഗാ ദിനം ആചരിക്കുന്നു. അത് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലുണ്ട്. അല്ല, ഇപ്പോൾ ക്രാഫ്റ്റ് വില്ലേജിൽ തിരുവനന്തപുരത്ത് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ അവിടെ യോഗാ ദിനം ആചരിക്കുന്നു. അങ്ങനെ രാജ്യമെമ്പാടും യോഗാ ദിനം ആചരിക്കുന്നു. നമ്മൾ ഇന്ത്യക്കാർക്ക് ഏറ്റവും സന്തോഷകരമായിട്ടൊരു ദിനം കൂടിയാണ്. കാരണം ഇന്ത്യയിൽ ഉത്ഭവിച്ച ഒരു മുറയാണ്, അത് കലയാണ്, ശാസ്ത്രമാണ്, എല്ലാം സമ്മേളിക്കുന്ന ഒന്നാണ്. എല്ലാം സമ്മേളിക്കുന്ന ഒന്ന് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് യോഗ എന്നുള്ള പേരും വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ യോഗാ ദിനത്തിൽ രാജ്യമൊട്ടാകെ യോഗാ ദിനം ആചരിക്കുന്നു. എല്ലാ മേഖലകളും ഐക്യം കൊണ്ടുവരിക, അതൊരു പ്രധാനപ്പെട്ട തീമായി കണക്കാക്കുന്നു യോഗയുടെ കാര്യത്തിൽ. യോഗ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അത് സ്കൂളുകളിലും ഇന്ന് വിദ്യാർത്ഥികൾ ഒട്ടുമിക്ക സ്കൂളുകളിലും ഇന്ന് യോഗാ ദിനത്തിൻ്റെ ഭാഗമായി പ്രത്യേക പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല പാഠ്യപദ്ധതിയുടെ ഭാഗമായും യോഗയെ ഉൾപ്പെടുന്നു. അങ്ങനെ നമ്മുടെ രാജ്യത്ത് ഉദ്ഭവിച്ച ആ ശാസ്ത്രവും കലയുമായിട്ടുള്ള ഈ യോഗ എന്ന രൂപത്തെ പരമാവധി നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൽ പ്രായവ്യത്യാസങ്ങളില്ല. ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾക്കും യോഗ ചെയ്യാം എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൃത്യമായിട്ടുള്ളൊരു പരിശീലനം യോഗയിൽ നേടിയെടുക്കാനായാൽ അത് മനസ്സിന്, ശരീരത്തിന് ഒരേപോലെ ഉന്മേഷം നൽകുന്നു എന്നുള്ളത് യോഗയെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മാറ്റുന്നു. കാണാം, അവിടെ അശ്വിനി വൈഷ്ണവ് ഉൾപ്പെടെയുള്ളവർ അവിടെ യോഗാ ദിനത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുകയാണ്. യോഗാ ദിന പരിപാടികളിൽ അല്പസമയത്തിനകം തന്നെ യോഗാ ദിനത്തിന്റെ ഭാഗമായി അത് എല്ലായിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഇന്ത്യൻ നാവികസേന യോഗാ ദിനത്തിന്റെ ഭാഗമായി നാവികസേനയുടെ ഒരു കപ്പലിലാണ് അവിടെ യോഗാ ദിനം അത് പ്രത്യേകം ആചരിക്കുന്നത്. അത് വളരെ വിപുലമായി അത് എല്ലാ ഇടങ്ങളിലും യോഗാ ദിനം ആചരിക്കുന്നു എന്നുള്ളതാണ്. സവിശേഷമായി തന്നെ ഈ ദിവസത്തെ കൊണ്ടാടുകയാണ് രാജ്യം. അതിന് പ്രത്യേക കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. വളരെ വിപുലമായിട്ടുള്ള ഒരുക്കം കാണാം നമുക്കവിടെ. യോഗാ ദിനത്തിൻ്റെ ഭാഗമായി നാവികസേന അംഗങ്ങൾ യോഗ ആചരിക്കുന്നത്, അതിൻ്റെ ദൃശ്യങ്ങൾ, അതിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ അല്പസമയത്തിന് തന്നെ പ്രധാനമന്ത്രി എത്തും അവിടെ ശ്രീനഗറിലേക്ക്. ശ്രീനഗറിൽ ദാൽ തടാക തീരത്താണ് ക്രമീകരണങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. അവിടെ ഏതാണ്ട് 8000 പേർ പ്രധാനമന്ത്രിക്കൊപ്പം യോഗ ദിനത്തിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ജീവിതശൈലി പ്രശ്നങ്ങൾ അത് വലിയൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ നേരിടുന്നത്. അത് ഒക്കെ ക്രമീകരിക്കാൻ ഏറ്റവും ഉത്തമമായി കരുതുന്ന ഒന്നുകൂടിയാണ് യോഗ. അതിൽ ശരീരമുണ്ട്, മനസ്സുണ്ട്. അപ്പോൾ അതുകൊണ്ട് യോഗ ആചരിക്കുന്നത്, യോഗ സ്ഥിരമായി പരിശീലിക്കുന്നത് ഓരോരുത്തർക്കും വ്യക്തിപരമായി ഏറ്റവും മികവുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ രാജ്യാന്തര യോഗാ ദിനത്തിലെങ്കിലും അതിൻ്റെ ഏറ്റവും മൂല്യം തിരിച്ചറിഞ്ഞ് നമുക്ക് അതിലേക്കൊക്കെ ചേരാമെന്ന് തോന്നുന്നുണ്ടാണെങ്കിലും നമ്മൾ ഇന്ത്യക്കാർ ഈ യോഗ അതിൻ്റെ ഉത്ഭവമുണ്ടായി, പക്ഷേ വിദേശത്തുള്ളവർ അത് പൂർണ്ണമായും അത് ഉൾക്കൊള്ളുന്നു. അപ്പോൾ നമുക്കും അതിൻ്റെ ഭാഗമാകാം. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് രാജ്യാന്തര യോഗാ ദിനം ഇത്രയും വിപുലമായി ആഘോഷിക്കുന്നത്.